നമുക്കിനി ഭൂതകാലമില്ല. ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു, സ്ഫടികശുദ്ധമാകുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ MT വാസുദേവൻ നായരുടെ വയലാർ അവാർഡിന് അർഹമായ രണ്ടാമൂഴം എന്ന കൃതിയിലെ വരികളാണിത്. ഇതിഹാസം മൗനമാക്കിയ പല കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകുന്ന ഒരു മനോഹരമായ കൃതി. ഇതിഹാസത്തിൻ്റെ അമാനുഷികതയെ യുക്തിയാൽ മിനുക്കിയെടുത്ത ഒരു അപൂർവ സാഹിത്യ സൃഷ്ടി. പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ മാതാവായ കുന്തിയുടെ മനസ്സിൽ രണ്ടാം സ്ഥാനക്കാരനായ, ദ്രൗപദിയുമായുള്ള ദാമ്പത്യത്തിൽ രണ്ടാം ഊഴക്കാരനായ വൃഗോദരൻ എന്ന ഭീമന്റെ കഥ, അഥവാ ഭീമന്റെ ദുഃഖം. ചൂത് കളിച്ച് രാജ്യത്തെയും പത്നിയെയും നഷ്ടമാക്കിയ യുധിഷ്ഠിരന്റെയും വില്ലാളി വീരനായ അർജുനന്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെടുത്തുന്ന ഭീമനെ നമുക്കിതിൽ കാണാം. ഭീമനെ ഇതിഹാസത്തിലെ അമാനുഷികതയിൽ നിന്നും ഒരു സാധാരണക്കാരനായി മാറ്റിയെടുക്കുകയാണ് ഈ കൃതി. ഗാന്ധാരിയുടെ ശാപത്താൽ കത്തിയമരുന്ന ദ്വാരകയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരുടെ ജന്മത്തിനും ബാല്യത്തിനും സാക്ഷ്യമായ ശതശൃംഗത്തിലൂടെ പഞ്ചപാണ്ഡവരും അവരുടെ ധർമ്മപത്നിയായ ദ്രൗപദിയും സ്വർഗത്തിലേക്കുള്ള അവസാന യാത്ര നടത്തുന്നു. അവിടെ ഭീമന്റെ ഓർമ്മകൾ പിന്നോട്ട് വരുന്നു. അവിടെ നിന്നാണ് ഭീമന്റെ കഥ ആരംഭിക്കുന്നത്. ദ്രൗപദി ഏറ്റവും അധികം സ്നേഹിച്ചത് ആരെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഭീമൻ എന്നൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ദ്രൗപദിയുടെ പ്രണയത്തിന് വേണ്ടി ഭീമൻ പലതും ചെയ്തു. കല്യാണ സൗഗന്ധികം തേടിപ്പോയി, കീചകനെ വധിച്ചു, പാഞ്ചാലി ശബ്ദം നിറവേറ്റാനായി ദുശാസനന്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപദിയുടെ മുടി കഴുകി. ദ്രൗപദിക്കായി സഹോദരന്റെ രക്തം പാനം ചെയ്തു. എന്നിട്ടും പാഞ്ചാലി പ്രണയിച്ചത് അർജുനനെ മാത്രം. ഏകനാഥ കവി പറയുന്നത് പോലെ ഭീമന്റെ പ്രണയം ദ്രൗപദി തിരിച്ചറിയുന്നത് മരണത്തിന്റെ തൊട്ടു മുൻപാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ വീണുപോയ ദ്രൗപദിയെ തിരിഞ്ഞു നോക്കാനും അവൾക്കായി ആ യാത്ര ഒരു നിമിഷത്തേക്ക് അവസാനിപ്പിക്കാനും ഭീമൻ മാത്രമേ ഉള്ളൂ എന്ന ദ്രൗപദിയുടെ തിരിച്ചറിവിലാണ് ഈ നോവൽ അവസാനിക്കുന്നത്. MTയുടെ മഹത്തായ കൃതികളിൽ ഒഴിവാക്കാനാവാത്ത ഒന്ന് തന്നെയാണ് രണ്ടാമൂഴം. ഇതിഹാസം മൗനം കൊടുത്ത പല കഥാപാത്രങ്ങൾക്കും ഈ കൃതി ശബ്ദം നൽകുന്നുണ്ട്. MTയുടെ രണ്ടാമൂഴത്തിൽ സ്വാധീനിച്ച് ഇതിഹാസത്തെ ആസ്പദമാക്കി പിന്നീടും ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആനന്ദ നീലകണ്ഠൻ്റെ ദുര്യോധനൻ എന്ന നോവൽ. രണ്ടാമൂഴം എന്ന ഈ കൃതിയെ ഒരു സിനിമാ രൂപത്തിലേക്കാകുക എന്ന സ്വപ്നം വിശേഷിപ്പിച്ചുകൊണ്ടാണ് MT നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതിഹാസത്തെയും സാഹിത്യത്തെയും ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ കൃതി മികച്ചൊരു വായനാനുഭവം സമ്മാനിക്കുമെന്നത് തീർച്ചയാണ്. ഒരിക്കൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ വായിക്കാനായി എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ കരുതുക. അതെ, നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു യഥാർത്ഥ സുഹൃത്ത് തന്നെയാണ് പുസ്തകം. എപ്പോഴും കയ്യിലൊരു പുസ്തകം കരുതുവാനും സമയം കിട്ടുമ്പോഴെല്ലാം അതിനെ തുറന്നു നോക്കാനും ഈ വായനാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. നന്ദി.